ദൃഢവാൻ അല്ലേ? ഹരേ കൃഷ്ണ. 7 അല്ലേ മതി? ഹരേ കൃഷ്ണ. ദൃഢവ്രതൻ. 7-മത്തെ മാതാജി എന്തായിരുന്നു? ഹരേ കൃഷ്ണ. ചാരിത്രേണ ചാരിത്രയുക്ത. 8-മത്തെ സർവഭൂതേഷു ഹിതഃ. 9 വിദ്വാൻ. 10 സമർത്ഥക. 11 പ്രിയദർശക. 12 ആത്മവാൻ. 13 ചിതദ്രോഹ. ഹരേ കൃഷ്ണ. 14 ദ്യുതിമാൻ. 15 അനസൂയ, എതിരാളി ഇല്ലാത്ത വ്യക്തി, അങ്ങനെ പറഞ്ഞേക്കുന്നത്. 16 തസ്യ അഭി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഗുണങ്ങളെല്ലാം ഭഗവത് ഭക്തന്മാരായിട്ടുള്ള നമ്മളിൽ ഉണ്ടാവണം. ഇത് ഏതെല്ലാം ഗുണങ്ങൾ നമ്മളിലുണ്ട്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാം, നമ്മളിൽ ഏതെല്ലാം ഗുണങ്ങളുണ്ട്? ഈ ഗുണങ്ങളിൽ ഏതെല്ലാം നമ്മളിലുണ്ട്? ഇനി ഇല്ലാത്ത ഗുണങ്ങള് നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കരുത്. ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതായത് നമ്മളിപ്പോ ചിലവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും എല്ലാവരോടും ചിരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയണ്ട. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു ചിരി ചിരിക്കും. പക്ഷെ ഇനീഷ്യലി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചേക്കാം. പോകെ പോകെ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ചിരിയായി തീരണം. അതാണ് ഇൻബൈബ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകർത്തിയെടുക്കുക നമ്മുടെ ജീവിതത്തിൽ. ഭഗവാന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുക. ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഭഗവാനെ മാതിരി തന്നെ പ്രവർത്തിക്കുന്നതിന് ഇമിറ്റേഷൻ എന്ന് പറയും. അതല്ല ഇൻബൈബ് എന്ന് പറയുന്നത്. അത് നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം, ആ ക്വാളിറ്റീസ്. കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഈ ക്വാളിറ്റീസ് എല്ലാം ഭഗവാനുള്ളത് കൊണ്ട്, നമ്മളും ഭഗവാന്റെ അംശമായത് കൊണ്ട്, അത് മാത്രമല്ല നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഒരു എക്സാമ്പിള്, ഇപ്പൊ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തില്, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലോ അതേമാതിരി എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സോ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നിയമത്തിന് അതെതിരാണ്. അല്ലെങ്കിൽ ഈ എന്താ പറയണത്, ഒരു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ളൊരു നിയമങ്ങളുണ്ട്. അല്ല, നമുക്ക് പാൻറ് ഷർട്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. അതേമാതിരി തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ സ്വർണ്ണങ്ങളിട്ടുണ്ടായിരിക്കും, കയ്യിൽ സ്വർണ്ണങ്ങളുണ്ടാവും. ഈവൻ നമ്മൾ കണ്ടിമാല കൂടെ ചില സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്, അൾട്രാസൗണ്ട് സ്കാനിങ്ങിനൊക്കെ പോകുന്ന, അൾട്രാസൗണ്ട് അല്ല മറ്റേ MRI എല്ലാം പോകുന്ന സമയത്ത് നമ്മളോട് ഇതെല്ലാം ഊരി വെക്കാൻ പറയാറുണ്ട് അവർ. കാരണം ആ പ്രവൃത്തിക്ക് ഈ ലോഹങ്ങൾ ഒരു തടസ്സമാകും. ആയതുകൊണ്ട് അത് നമ്മൾ മാറ്റിവെക്കണം. അതേമാതിരി തന്നെയാണ് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിൽ പോകാൻ പറ്റുള്ളൂ. ഗുണങ്ങളില്ലാതെ ഒരാൾക്കും ഭഗവത് ധാമത്തിൽ പോകാൻ പറ്റില്ല, 100% പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് ധാമത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ഭഗവത് ധാമത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഈഗോ എല്ലാം വെച്ചിട്ട്
അല്ലെ? എനിക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾക്ക് ഈഗോ ഉണ്ട്. ഈ ഈഗോ ഇത് ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭക്തനെതിരെ നമ്മുടെ ഈഗോ കാണിക്കുകയാണെങ്കിൽ അത് ഒരു അപരാധമായി തീരും. അപരാധം ഉണ്ടായിക്കഴിഞ്ഞാൽ അപരാധങ്ങൾ, അത് നിങ്ങൾ ഏത് തരത്തിലാണെങ്കിൽ പോലും അപരാധമായി തീർന്നാല് നമുക്ക് രുചി ഉണ്ടാവില്ല, നാമജപത്തിൽ രുചി ഉണ്ടാവില്ല. രുചി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഭഗവത് ധാമത്തിന് പോവാനും പറ്റില്ല. അതല്ലേ പത്മപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നാമാപരാധയുക്താനാം നാമാന്യേവ ഹരന്ത്യകം അവിശ്രാന്തി പ്രയുക്താനി താന്യേവർത്തക്കരാണിച്ച. അവിശ്രാന്തി, വിശ്രമമില്ലാതെ ഭഗവാന്റെ തിരുനാമം ജപിച്ചു കൊണ്ടിരിക്കണം. ആ നാമം ജപിക്കുന്നതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അപരാധമുണ്ടാവരുത്. ഈ അപരാധമില്ലാതെ നാമം ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രിയ ഭക്തജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. അല്ലാതെ, അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ കൽമഷങ്ങളെല്ലാം നീക്കി നമ്മുടെ ഹൃദയം വളരെ തെളിഞ്ഞ വെള്ളം മാതിരിയായിരിക്കണം. എങ്ങനെയാണോ അരയണ്ണങ്ങള് കലങ്ങിയ വെള്ളത്തിൽ പാല് കൂടെ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ആ പാല് മാത്രം കുടിച്ച് ആ കലക്ക വെള്ളം മാറ്റി വെക്കുന്നത്, അതേമാതിരി നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ലോകം കൽമഷം നിറഞ്ഞതാണ്. അത് മാത്രമല്ല, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം 3 ഗുണങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണമുണ്ട്. നമ്മള് ഈ ഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. 3 ഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തരായിട്ട് ശുദ്ധ സത്വഗുണത്തിൽ വന്നിട്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് എങ്ങനെ ജപിക്കണം? നാമാപരാധയുക്താനാം, നാമാപരാധമില്ലാതെ നാമം ജപിച്ചുകൊണ്ട്. പ്രിയ ഭക്തജനങ്ങളെ, നിങ്ങൾ എല്ലാവരും നല്ല ഡിവോട്ടീസ് ആണ്. ആരെയും കുറ്റം പറയാൻ ഞാനില്ല. പക്ഷേ നാമാപരാധം നിങ്ങൾ ഇത്രയും ചണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ 16 മാല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലവർ 16 മാല ചെയ്യുന്നു, ചിലവർ 4 മാല ചെയ്യുന്നു, ചിലവർ 2 മാല ചെയ്യുന്നു. ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മള് അപരാധമില്ലാതെ നാമം ജപിക്കാൻ ശ്രമിക്കണം. തൃണാതപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനതേന കീർത്തനീയ സദാഹരി. തൃണാതപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന. തൃണാതപി സുനിശ്ചേന എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിനേക്കാൾ സഹനശക്തിയുള്ളവരായിരിക്കണം നമ്മൾ. അതായത് പുല്ലിനേക്കാൾ വിനയം കൂടുതലായിട്ടുള്ളവരും, അതേമാതിരി മരങ്ങളെക്കാൾ സഹനശക്തിയുള്ളവരുമായിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തമ ഭക്തരായി തീരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നെൽകൃഷി ചെയ്യാറുണ്ട്, അല്ലെ? ഇപ്പോ തിരുവനന്തപുരത്തും കൊല്ലത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നെൽകൃഷി ചെയ്യാറുണ്ട്. ഈ നെൽകൃഷി ചെയ്യുമ്പോൾ ഈ എന്താ പറയണത്, കൃഷി കൂടുതൽ കിട്ടുക, അല്ലെങ്കിൽ കാർഷികമായിട്ട് കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതാണോ താഴെ തട്ടിൽ നിൽക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയണത്, കോണിപ്പടി മാതിരി, അങ്ങനെയാണ് നമ്മുടെ നിലം എന്ന് വെച്ചോളൂ. നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഈ കോണിപ്പടി മാതിരിയാണ്. അപ്പോ ഈ മേലെ തട്ടിൽ നിന്ന് വെള്ളം വരുമ്പോൾ അത് തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, എല്ലാ വെള്ളവും താഴെ തട്ടിലേക്ക് വരുന്നു.
അപ്പൊ ഈ താഴെ തട്ടിൽ നിൽക്കുന്നത്, അതായത് മേലെ തട്ട് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ താഴെ തട്ട് നിൽക്കുന്നത് വളരെ ഫലഭൂയിഷ്ടമായി ഇതിന് അവർക്ക് ഒരുപാട് വെള്ളം കിട്ടും. ഇതേമാതിരി തന്നെയാണ് നമ്മൾ ഈ മേലെ മേലെ നോക്കുമ്പോൾ നമ്മളിലുള്ള ഈഗോ, നമ്മുടെ എന്താണ് അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച. ഈ അദ്വേഷ്ട, അതേമാതിരി മൈത്ര, കരുണ, ഇതൊന്നും ഇല്ലെങ്കിൽ, അതായത് ഈ താഴെ ഈ നിൽക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ഇതാണ്. അതായത് കരുണ, മൈത്രി, ഇതെല്ലാം പതുക്കെ പതുക്കെ നമ്മളെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ലീഡ് ചെയ്യുന്നത് പോലെ, അതായത് ഈ ആദോശ്രദ്ധ തദോ സാധു സംഗോദഭജനക്രിയ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതല്ല, അത് ശ്രീല രൂപ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഭക്തി രസാമൃത സിന്ധുവില് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആക്ച്വലി ഭക്തി രസാമൃത സിന്ധുവിന് വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അതിലൊരു നോർത്തേൺ പോർഷൻ നമ്മൾ ചെയ്തിട്ടില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോ ഈ ആദോ ശ്രദ്ധ തദോ സാധു സംഗോദഭജനക്രിയ തദോ അനർത്ഥ നിവൃത്തിസ്യ തദോ നിഷ്ഠ രുചിസ്തത അതാസക്തിസ്തദോ ഭാവ തഥാ പ്രേമാഭിദുംചതി സാധകാനാമയം പ്രേംനാം പ്രാദുർഭാവേ ഭവേ ക്രമഃ. പ്രേമ, നമ്മുടെ ആവശ്യം പ്രേമയാണ്. ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ പ്രേമമാണ്. ആ പ്രേമം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് 12ാമത്തെ അല്ല 13ാമത്തെ മാടിയിലേക്ക് അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ 2 തരത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. ഒന്ന് സ്റ്റെപ്സ് വഴി പോകാൻ സാധിക്കും, മറ്റൊന്ന് ലിഫ്റ്റ് വഴി പോകാൻ സാധിക്കും. അപ്പോ ഈ ആദോ ശ്രദ്ധ തദോ സാധു സംഗോദഭജനക്രിയ എന്ന് പറഞ്ഞല്ലോ, അത് ഓരോരോ സ്റ്റെപ്സ് ആണ്, ഓരോരോ ഫ്ലോർസ് ആണ്. നമുക്ക് അതിൽ കൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? പ്രേമയിൽ എത്താൻ പറ്റുള്ളൂ. ചില സമയത്ത് ചില ഭക്തന്മാരുടെ അനുഗ്രഹം മൂലം, എങ്ങനെയാണോ ധ്രുവ മഹാരാജന് നാരദ മുനിയുടെ അനുഗ്രഹം മൂലം വളരെ പെട്ടെന്ന് തന്നെ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായത്, അണ്ടർലൈൻ ചെയ്തോളൂട്ടോ, വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഭഗവത് സാക്ഷാത്കാരം ആർക്കുണ്ടായത്? ധ്രുവ മഹാരാജനുണ്ടായത്. ചെറിയ ബാലനാണ്, 5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. അവന് 6 മാസം കൊണ്ട് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോ ലിഫ്റ്റിൽ പോകുന്നതാണ്. ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്തമ ഭക്തന്മാരുടെ അനുഗ്രഹമാണ്. ഉത്തമ ഭക്തന്മാരുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രേമഭക്തി ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മള് ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു. നാരദ മുനി ധ്രുവനോട് ചില ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. ആ ടെസ്റ്റില് എല്ലാം ധ്രുവ മഹാരാജ് പാസ്സായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത് സാക്ഷാത്കാരം, അതായത് ആ മന്ത്രം കൊടുത്ത് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായത്. അതായത് ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ധ്രുവ മഹാരാജ് തന്റെ തപസ് അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. നമുക്കെല്ലാവർക്കും ഒരാളും വ്യത്യാസമില്ല. അതില് ഞാനും വ്യത്യാസമില്ല, നിങ്ങളും വ്യത്യാസമില്ല, അതേമാതിരി നമ്മുടെ പൈതൽ പ്രഭുവും വ്യത്യാസമില്ല, ഒരാളും വ്യത്യാസമില്ല. ചിലർ നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ട് അഴുക്കുകളുണ്ട്. ഈ അഴുക്കിനെ മാക്സിമം എന്ത് ചെയ്യണം? ഇല്ലാതെയാക്കണം. അതാണ് ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവചന്ദ്രിക വിതരണം വിദ്യാവതു ജീവനം ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ
മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന കൽമഷങ്ങള് തീർച്ചയായിട്ടും ഇല്ലാതെയായി തീരുള്ളൂ. നമ്മളെല്ലാം തുച്ഛമായിട്ടുള്ളവരാണ്. നമ്മൾ നീർക്കുമിള മാതിരിയാണ്. ആ കുമിള എപ്പോ പൊട്ടുമെന്ന് ആർക്കും അറിയില്ല. എന്തിനാണ് നമുക്ക് ഈഗോ? ഞാൻ വലുതാണ്, ഞാൻ വലുതാണ്, അവരെക്കാൾ കൂടുതൽ ജ്ഞാനം എനിക്കുണ്ട്, അവരെക്കാൾ കൂടുതൽ അറിവ് എനിക്കുണ്ട്, ഞാനാണ് ശ്രേഷ്ഠൻ. എന്തിനാണ്? നിശ്വാസേ നഹി വിശ്വാസ കഥാരൂതോ ഭവിഷ്യതി കാചാർത്ഥം വിസ്മൃതം രക്തം ഹരേർനാമൈവ കേവലം. പ്രിയ ഭക്തജനങ്ങളെ, നമ്മുടെ നിശ്വാസം ഏത് സമയത്തും സ്റ്റോപ്പ് ആവാം. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ നിശ്വാസം സ്റ്റോപ്പ് ആവാം. നമ്മുടെ ശ്വാസം നിലയ്ക്കാം ഏത് സമയത്തും. നമുക്ക് പ്രഭുപാദിന്റെ കൃപയാൽ, ആചാര്യന്മാരുടെ കൃപയാൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രത്നം കിട്ടിയിട്ടുണ്ട്. ആ രത്നമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇതാണ് അമൂല്യമായിട്ടുള്ള രത്നം. ഈ അമൂല്യമായിട്ടുള്ള രത്നം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിന് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അത് കടിച്ചു വലിച്ചിരിക്കും. നമുക്ക് അമൂല്യമായിട്ടുള്ള ഒരു രത്നം ശ്രീല പ്രഭുപാദന്റെയും മറ്റ് ആചാര്യന്മാരും ഭക്തജനങ്ങളുടെയും കൃപയാൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ എന്ന ഹരിനാമമാകുന്ന ആ രത്നം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ രത്നം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പണ്ട് ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്നു. അപ്പൊ ഒരു കുട്ടി പാസ്സായി കഴിഞ്ഞു. അവന്റെ സമയം, ഗുരുകുലവാസം അവസാനിപ്പിക്കാറായി. അപ്പോ അവൻ ഗുരുനാഥനോട് ദക്ഷിണ കൊടുക്കാൻ പോവുകയാണ്. ഗുരുനാഥന് ദക്ഷിണ കൊടുത്തു. എന്നിട്ട് ഗുരുനാഥനിൽ നിന്ന് ചോദിച്ചു, ഗുരുനാഥരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അങ്ങ് എനിക്ക് തന്നാലുമെന്ന് ആ ഗുരുനാഥനോട് ആ വിദ്യാർത്ഥി അഭ്യർത്ഥിച്ചു. ആ ഗുരുനാഥൻ പറഞ്ഞു, എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ്, വളരെയധികം രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഈ മന്ത്രത്തിന് നിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ, മറ്റാർക്കും കിട്ടാത്ത ആ ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടി ഓടിപ്പോവാണ് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറെ സ്ത്രീകള് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവര് തുണി അലക്കിക്കൊണ്ടിരുന്നു. സോറി, ഞാനൊരു തെറ്റ് പറഞ്ഞു. ശ്രേഷ്ഠമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കൊടുത്തത് ഒരു രത്നമായിരുന്നു, ഒരു കല്ല്, രത്നക്കല്ലായിരുന്നു കൊടുത്തത്. എന്നിട്ട് ഗുരുനാഥൻ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വാല്യൂ, ഇതിന്റെ മൂല്യം നീ മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ മൂല്യത്തെക്കുറിച്ച് പറയാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീകൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടാണ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനിത് നിങ്ങൾക്ക് തരാം, ഈ രത്നം നിങ്ങൾക്ക് തരാം, എനിക്ക് എന്ത് വില തരുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, തരും, നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കി, ഇത് നമുക്ക് എന്തിനാണ്? ഇത് തുണിയുടെ മേലെ ഉരയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിന് എത്ര രൂപ തരാൻ പറ്റും? ഒരു 2 രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നെയും അത് തിരിച്ചു മേടിച്ചിട്ട് ആ കുട്ടി യാത്രയായി. വീണ്ടും യാത്രയായിട്ട് അടുത്ത ആരുടെ അടുത്ത് പോയി, അവിടെ
ഈ മീൻ പിടിക്കുന്ന ആളുകള് വല നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ എന്നിട്ട് ചോദിച്ചു, ഇതിനെന്ത് തരും നിങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഉപയോഗമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഈ വല താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വലയുടെ കൂടെ, അതായത് വലയോട് കൂടിയിട്ട് കെട്ടി ഇടാൻ സാധിക്കും. അപ്പൊ ഇതിന് ഞങ്ങൾക്ക് മാക്സിമം ഒരു 4 രൂപ അല്ലെങ്കിൽ 5 രൂപ തരാൻ സാധിക്കും. ആ കുട്ടി അത് തിരിച്ചു മേടിച്ചു വീണ്ടും നടന്നു പോകുമ്പോഴ് ചാണകം കൊണ്ട് ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കി വെക്കുന്നവരുണ്ടായിരുന്നു. ഈ ചാണകം കൊണ്ട് നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും. ചാണകം അതിനെ പരത്തിയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച് ഉണക്കിയെടുത്ത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആളുകള്, കുറെ സ്ത്രീകള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന് എന്ത് വില തരാൻ സാധിക്കുമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല, ഈ ചാണകം അതിൽ തട്ടിയിട്ട് ഇങ്ങനെ ഷെയ്പ്പ് ആക്കിയിട്ട് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ, അപ്പൊ അതിന് ഞാൻ 10 രൂപ തരാമെന്ന് പറഞ്ഞു. അവസാനം ഈ കുട്ടി ആരുടെ അടുത്ത് പോവാണ്? ഒരു പവൻ ബ്രോക്കർ അല്ലെങ്കിൽ പണയം വയ്ക്കുന്ന ഒരു സ്ഥലത്ത് പോവാണ്. അയാളുടെ അടുത്ത് പോയിട്ട് ഇത് കാണിച്ചിടുമ്പോ തന്നെ അയാൾ ആകെ അന്താളിച്ചു പോയി. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, ഇതിന് എന്ത് വില തരുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇതിന്റെ വില അമൂല്യമാണ്, ഇത് അമൂല്യമായിട്ടുള്ള ഒരു രത്നമാണ്, ഇതിന്റെ വില നിശ്ചയിക്കാൻ സാധ്യമല്ല, അത്രയും അമൂല്യമായിട്ടുള്ള രത്നമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത്, ഇത് ആരുടെ കയ്യിലാണോ യഥാർത്ഥത്തിൽ, അതായത് ഇതിനെക്കുറിച്ച് ജ്ഞാനമുള്ളവരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വില അമൂല്യമാണ്. ഇതറിയാത്തവരായിരുന്നു ആ മത്സ്യം മീൻ പിടിക്കുന്നവരും ചാണകം കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നവരും അതേമാതിരി അലക്കുന്ന സ്ത്രീകളും. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. പക്ഷെ അവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ട്, അവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നവരാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാതെയാണ് അവര് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അങ്ങനെ ചൊല്ലിയാൽ കൂടി അതിന് ഗുണമുണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഗുണം അതിന് കിട്ടില്ല. സർവോപാധി വിനിർമുക്തം, ഒരു ഉപാധിയുമില്ലാതെ വേണം നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വേണ്ടിയിട്ട്. സർവോപാധി വിനിർമുക്തം എന്ന് പറഞ്ഞൊരു ശ്ലോകം ഉണ്ട് കേട്ടോ. ഒരു ഉപാധിയും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയായിരിക്കണം ഭഗവാന്റെ നാമം ചൊല്ലുന്നത്. അപ്പോ നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മൂല്യമായിട്ടുള്ള രത്നം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വില അത് നിശ്ചയിക്കാൻ സാധ്യമല്ല. ആ അമൂല്യ രത്നം നമ്മളിൽ കിട്ടിയിട്ടും നമ്മൾ വീണ്ടും തദൈവയായിട്ടിരിക്കുകയാണ്. നമുക്കതിന്റെ വില മനസ്സിലായിട്ടില്ല. അപ്പോ സീരിയസ്നെസ് നമുക്ക് കുറച്ചും കൂടി വേണം ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭക്തിയില് എന്താ പറയാ, പ്രേമഭക്തി ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവണം. ഈ ഗുണങ്ങള് നമ്മളിൽ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു സാധാരണ മന്ത്രമല്ല, മഹാമന്ത്രം എന്നാണ് പറയുന്നത്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ ത്രസിപ്പിക്കുന്നതിന് മന്ത്രം എന്ന് പറയും. അപ്പൊ ഈ മന്ത്രം, മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പോ ദയവ് ചെയ്ത് നിങ്ങൾ നാമം ജപിക്കുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് മറ്റൊന്നിലേക്കും ചിന്തയില്ലാതെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. ചെറിയ ആളുകളൊക്കെ ജപിക്കുന്ന സമയത്ത് ജപം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈൽ ജപം ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ മൊബൈലിൽ നോക്കിക്കൊണ്ട് ജപിക്കാറുണ്ട് അല്ലെ. ഇന്നത്തെ വാട്സപ്പ് നോക്കും, പിന്നെ ആരെന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് നോക്കും, അതിനുശേഷം പിന്നെ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇതാണ് നമ്മുടെ ജപം.
ഇതിന് യഥാർത്ഥ ജപം എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥ ജപം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഭഗവാന്റെ തിരുനാമം ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സിനെ എവിടേക്കും അയക്കാതെ കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. അതിനെയാണ് ഉത്തമ ജപം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഞാൻ നിർത്തുകയാണ്. സോറി, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ആദോ ശ്രദ്ധ തദോ സാധു സങ്കോധ ഭജനക്രിയ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതെ, ജപിക്കുമ്പോൾ നിലത്ത് തന്നെ ഇരിക്കണമെന്നുണ്ടോ അതോ കസേരയിലിരിക്കാമോ? കസേരയിലിരിക്കാം, ഒരു തെറ്റുമില്ല. വയ്യാത്തവർക്ക്, അതായത് നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലം, ടൈം, പ്ലേസ്, സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അതായത് സമയം, സ്ഥലം, നമ്മുടെ സാഹചര്യങ്ങൾ. ചിലവർക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല, അവർക്ക് തീർച്ചയായിട്ടും കസേരയിൽ ഇരുന്നുകൊണ്ട് നാമം ജപിക്കാം. അതിനൊന്നും തെറ്റില്ല. എന്താണ്? കട്ടിലിരിക്കാമോ പ്രഭു? കുഴപ്പമില്ല, അത് ശുദ്ധമായിട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പ്രഭു ഇന്ന് ജപിച്ച് തീർന്ന് 16 മാല ജപിച്ചു വെച്ച് നാളെ രാവിലെ ജപിക്കുമ്പോ ഇന്നലെ ജപിച്ച അതേ മുത്ത് തന്നെ എടുക്കണോ? അതിന്റെ അങ്ങനെ തിരിച്ചെടുക്കണോ അതോ സാധാരണ അങ്ങ് എടുക്കാമോ? സാധാരണ എടുത്തേക്കാം. അതിനൊന്നും നാമജപത്തിന് സ്പെഷ്യലായിട്ട് ചിട്ടകളൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ആലോചിക്കണം. നമ്മൾ മാലയിൽ ജപിക്കുന്ന സമയത്ത് ആ നേരുമുത്തിനെ ക്രോസ് ചെയ്ത് പോകരുത്. തിരിച്ചു വരണം. അത് മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. നമ്മൾക്ക് ഇച്ചിരി വയ്യാഴികയുണ്ട്. അപ്പൊ ആ മാലയെടുത്ത് നമ്മള് കിടക്കുമ്പോ നമുക്ക് ജപിക്കാവോ? മാലയിൽ എപ്പോഴും ജപിക്കാം. ഹരേ കൃഷ്ണ. മാലയിൽ എപ്പോഴും ജപിക്കാം. അതായത് മാതാജികൾക്കെല്ലാം ചില സമയങ്ങള്, അതായത് സമയം, അതായത് 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ അതിന് തുടക്കുകളുണ്ട്. ആ തുടക്കമൊന്നും നാമജപത്തിന് ബാധകമല്ല, മാലയ്ക്കും ബാധകമല്ല. നമുക്ക് സുഖമില്ലാതെ കിടക്കുമ്പോ എഴുന്നേറ്റ് ഇരുന്ന് 2-3 മാല ജപിച്ചേച്ച് ശാലം കിടന്നുകൊണ്ട് ഒരെണ്ണമൊക്കെ ജപിക്കാവോ? ജപിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മള് റിലാക്സ് ചെയ്തായിട്ട് ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വളരെ പ്രശ്നക്കാരനാണ്. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ഉറക്കം വരും പെട്ടെന്ന്. അപ്പൊ അതൊന്നും ഇല്ലാതെ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. റിലാക്സ് ചെയ്തിട്ട് വേണ്ട നമ്മൾ. ശരി, ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഒരു ഇത് പറയട്ടെ. ഈ പ്രഭു ഭക്തി രസാമൃത സിന്ധുവിലെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ. പക്ഷെ ഞാനൊരു പുസ്തകം മേടിച്ചു, അതിനകത്ത് മൊത്തം ഗദ്യം പോലാണ്, ശ്ലോകമൊന്നും ഇല്ലല്ലോ. ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതായത് ഹിസ് ഹോളിനസ് ഭാനു മഹാരാജ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. അപ്പോ ഉടനെ തന്നെ മലയാളത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്ലോകങ്ങൾ ഉണ്ടാവും. ശരി പ്രഭു.